നമസ്കാരം. ഇറങ്ങിപ്പോകും മുമ്പ് ജനങ്ങളോടുള്ള പക വീട്ടിയിരിക്കുകയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സംശയമാണിപ്പോൾ. സത്യത്തിൽ ഇതെന്താ പിണറായി ജനങ്ങളുടെ തലക്കടിക്കലാണോ എന്നും ചോദിക്കേണ്ടിയിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിക്കൂടി നടുവൊടിഞ്ഞിരിക്കുന്ന പൊതുജനങ്ങളുടെ മേലാണ് വൈദ്യുതി ചാർജ് വർധനയെന്ന തീവട്ടിക്കൊള്ള പിണറായിയും സംഘവും കൊണ്ടുവച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സർക്കാർ തുടർച്ചയായി 3 വർഷം വൈദ്യുതി നിരക്ക് കൂട്ടുന്നത്. യൂണിറ്റിന് ശരാശരി 16 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 40 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നിരക്ക് വർധന ഉണ്ടാകില്ല. പക്ഷേ പുറംപോക്കിൽ ഷെഡ് കെട്ടി ജീവിക്കുന്നവർക്ക് പോലും 40 യൂണിറ്റിന് മേൽ വൈദ്യുതി ഉപയോഗം ഇക്കാലത്ത് വരുമെന്നത് പകൽ പോലെ വ്യക്തമായിരിക്കുന്നിടത്താണ് ഈ നിരക്ക് വർധന. സാധാരണഗതിയിൽ 4.45% വർധനയാണ് KCB ആവശ്യപ്പെട്ടത്. അതായത് 37 പൈസ യൂണിറ്റിന് കൂട്ടണമെന്നാണ് ആവശ്യം. പക്ഷേ കൂട്ടിയത് 16 പൈസ മാത്രമാണെന്ന് വെറുതെ ഒരു വാദത്തിനായി പറയാൻ സാധിക്കും. കഴിഞ്ഞ വർഷം 20 പൈസയും അതിന് മുമ്പത്തെ വർഷം 25 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. പൈസ എന്നുള്ളത് മാത്രമായി നമ്മൾ കണക്ക് കൂട്ടരുത്. ഓരോരോ കാര്യങ്ങൾക്കായി ഇത് അപ്ലൈ ചെയ്തു വരുമ്പോൾ 2 മാസം കൂടുമ്പോൾ കിട്ടുമ്പോൾ, സാധാരണക്കാരന് 2 മാസം കൂടുമ്പോൾ വൈദ്യുതി ബില്ല് കിട്ടുമ്പോൾ ഏതാണ്ട് നെഞ്ചുവേദന വരുന്ന അവസ്ഥയാണ്. 16 പൈസ 20 പൈസ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായ രീതിയിൽ ഒരു യൂണിറ്റിന് ഇത്ര പൈസ വെച്ച് കൂടി വരുമ്പോൾ മാസം കൂടുന്നത് ഒരു ഇന്ന തുകയായിരിക്കും. 16 പൈസ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു പറച്ചിൽ മാത്രമാണ്. ഒരു സർക്കാർ തുടർച്ചയായി 3-ാം വർഷവും വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് കൂടി ഓർക്കണം. ഒരു യൂണിറ്റിന് ഈ വർഷം 16 പൈസയും അടുത്ത വർഷം 12 പൈസയും കൂടും. എന്തുകൊണ്ടെന്നറിയില്ല. 2026-27 നിരക്ക് പ്രഖ്യാപിച്ചുമില്ല. 2.3% ശരാശരി വർധന. ഡിസംബർ 5 മുതൽ അത് പ്രാബല്യത്തിലും വന്നു. കാർഷിക വൈദ്യുത നിരക്ക് നിലവിലെ 2.30 രൂപ 2.35 ആകും. അടുത്ത വർഷം വീണ്ടും 5 പൈസ കൂടുകയാണ്. വ്യവസായങ്ങൾക്ക് 2% നിരക്ക് വർദ്ധിപ്പിച്ചത്. അതായത് അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ 28 പൈസ കൂടും. അതുകൊണ്ട് തന്നെ വലിയ നിരക്ക് വർധനമാണ് അടുത്ത സാമ്പത്തിക വർഷം പ്രതിഫലിക്കുക എന്ന് വ്യക്തം. വീടുകളിലെ വൈദ്യുതി ബില്ലിൽ 2 മാസത്തിലൊരിക്കൽ ഏകദേശം 14 രൂപ മുതൽ 300 രൂപ വരെയാണ് വർധനയുണ്ടാവുക. എന്നാൽ കാലാകാലം അനുവദിക്കുന്ന സർചാർജും 10% വൈദ്യുതി ഡ്യൂട്ടിയും കണക്കാക്കുമ്പോൾ ഇതിലും കൂടും. 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികൾക്ക് പകൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 10% കിഴിവ് നൽകുന്നുണ്ട്. വീടുകളിൽ മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ നിന്ന് രാത്രിയും പകലും വ്യത്യസ്ത നിരക്കും വാങ്ങും. ഈ നിരക്ക് KSEB ആണ് നിശ്ചയിക്കുക. ആ തുക എവിടെ പോയി നിൽക്കുമെന്നുള്ളത് അവർക്ക് മാത്രമേ നിശ്ചയമുണ്ടാകൂ. സാക്ഷാൽ ഒടേ തമ്പുരാന് പോലും അതിൽ യാതൊരു അനുമാനവും നടത്താൻ കഴിയില്ല തന്നെ. ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല നിരക്കായി യൂണിറ്റിന് 10 പൈസ വീതം അധികം വാങ്ങണമെന്ന് KSEBയുടെ ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതുമില്ല. മീറ്റർ വാടക ഇത്തവണ കൂട്ടിയില്ല. ആവശ്യപ്പെടുന്നവർക്ക് പ്രതിമാസ ബില്ല് നൽകും. KSEB ആവശ്യപ്പെട്ടതിന്റെ പകുതിയിൽ താഴെയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഉത്തരവിട്ടത്. ജനുവരി മുതൽ മെയ് വരെ 5 മാസത്തേക്ക് വേനൽക്കാല നിരക്കായി 10 പൈസ KSEB അധികം ആവശ്യപ്പെട്ടെങ്കിലും അതും അനുവദിച്ചിട്ടില്ല. ചെറുകിട വ്യവസായങ്ങൾക്ക് 5 പൈസ വീതവും 2-ാം വർഷം കൂടും. വൻകിട വ്യവസായങ്ങൾക്ക് ഈ വർഷം 10 പൈസയും അടുത്ത വർഷം 5 പൈസയും കൂടും. വീടുകളിൽ വിവിധ സ്ലാബുകളിലെ വർധന 15 പൈസ മുതൽ 25 പൈസ വരെയാണ്. വീടുകളിൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ചാർജ് 2 വർഷത്തേക്കും 5 മുതൽ 30 രൂപ വരെയാണ് കൂട്ടിയിരിക്കുന്നത്. ഇത് ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കൂടില്ല. പെട്ടിക്കടകൾക്ക് 5 പൈസയാണ് കൂട്ടുന്നത്. ഈ വർഷത്തെ നിരക്കുകൾ 2025 മാർച്ച് 31 വരെയാണ് ബാധകം. അടുത്ത വർഷത്തെ നിരക്കുകൾ 2027 മാർച്ച് 31 വരെ തുടരും. ഇതോടൊപ്പം കാലാകാലമുള്ള സർചാർജും നൽകേണ്ടി വരും.
ഡിസംബറിൽ ഇത് യൂണിറ്റിന് 15 പൈസയാണ്. മീറ്റർ വാടക കൂട്ടില്ല. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവരുടെ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. ഉൽപാദകർ രാത്രിയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൂടിയ നിരക്ക് കണക്കാക്കണമെന്ന ആവശ്യവും തള്ളി. വൈദ്യുത വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഡിമാൻഡ് ചാർജ് ഒഴിവാക്കി. ചാർജിംഗ് നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചാണിത്. വീടുകളിലെ വൈദ്യുതി ബില്ലിൽ 2 മാസത്തിലൊരിക്കൽ ഏകദേശം 14 രൂപ മുതൽ 300 രൂപയുടെ വർധന. എന്നാൽ നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് പതിവായിരിക്കുന്നു. ആർക്കും പിണറായിയോടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. ആർക്കും ഒന്നും പിണറായിയോട് ചോദിക്കാനും പറ്റാത്ത അവസ്ഥ. എന്ത് ധൈര്യത്തിലാണ് പൊതുജനങ്ങളുടെ മേൽ ഇത്രയേറെ ഭാരം കൊണ്ടുവയ്ക്കുന്നതെന്ന് പിണറായിക്ക് പോലും അറിയില്ല. പിണറായി പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ കാലയളവുകളിൽ നിന്ന് വ്യക്തവുമാണ്. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നിരിക്കുന്നു. ഇതിനൊരു തടയിടാനുള്ള യാതൊരു നടപടികളും പിണറായി സർക്കാർ ചെയ്തിട്ടില്ല. അതിനിടെയാണ് KSEBയുടെ ഈ ആവശ്യം കൂടി അംഗീകരിക്കുന്നത്. വേനൽക്കാലത്ത് പ്രത്യേക നിരക്ക് ഈടാക്കാനുള്ള വൈദ്യുതി ബോർഡിന്റെ ശ്രമങ്ങൾക്ക് റെഗുലേറ്ററി കമ്മീഷൻ വഴങ്ങിയിട്ടില്ല. ഇതോടെയാണ് 16 പൈസയിലേക്കുള്ള നിരക്ക് വർധന നിലവിൽ വന്നത്. ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ നിരക്ക് വർധന വന്നിട്ടുണ്ട്. അടുത്ത വർഷം യൂണിറ്റിന് 12 പൈസ വർദ്ധിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എന്നാൽ ഇത് ഏപ്രിൽ മാസത്തോടെയാകും നിലവിൽ വരിക. ഇതോടെ ഇപ്പോൾ നിരക്ക് വർധന 16 പൈസയേയുള്ളൂ എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ്. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വർധന 28 പൈസയായി മാറും. ഒറ്റയടിക്കുള്ള വലിയ വർധന മറയ്ക്കാനുള്ള ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. 2016 പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടത്തുന്ന 5ാമത് നിരക്ക് വർധനവാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 2017, 19, 22, 23 വർഷങ്ങളിലും താരിഫ് പരിഷ്കരണം നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ച KSEB വരും കാലങ്ങളിലും വലിയ നിരക്ക് വർധനയ്ക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതും. നന്ദി.